ഹായ് മക്കളെ, ഹലോ. യെസ്, എല്ലാവരും നല്ല സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഇത് എക്സാംസ് ഒക്കെ വരാൻ പോവാണ്. നമ്മൾ ഓൾമോസ്റ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പഠിച്ച ചാപ്റ്റേഴ്സിന്റെ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ്, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും ഉഷാറാണ്, സെറ്റ് ആണെങ്കിൽ ഒരു ഫയർ ഇമോജി അല്ലെങ്കിൽ ഒരു ന്യൂട്ടന്റെ ആപ്പിളോ എന്തെങ്കിലും ഒന്ന് വേഗം കമന്റ് ചെയ്തിടാൻ നോക്കട്ടെ. നിങ്ങളുടെ ആ ഒരു പവർ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. യെസ്, സെറ്റ്, എല്ലാവരും ഉഷാറാണ്. സോ നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നോക്കാം. ഫസ്റ്റ് അറിയേണ്ട ഒരു കാര്യമാണ് വാട്ട് ഈസ് എ മിക്സ്ചർ. എല്ലാവരും ഈ ചാപ്റ്റർ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തിരിക്കുകയല്ലേ? ഓക്കെ, അപ്പൊ മാർക്ക് ചെയ്ത് പോയാൽ മതി കേട്ടോ. വാട്ട് ഈസ് എ മിക്സ്ചർ? ഗീവ് 2 എക്സാമ്പിൾസ്. മിശ്രിതം എന്നാൽ എന്താണ്? 2 ഉദാഹരണങ്ങൾ. രണ്ടെണ്ണം നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം, നമുക്ക് കുറെ മിക്സ്ചേഴ്സ് അറിയാം അല്ലെ? ഓക്കെ, അപ്പോൾ എന്താണ് മിക്സ്ചർ? എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more സബ്സ്റ്റൻസ്. അത്ര എഴുതിയാൽ മതി കേട്ടോ, അത്ര മതി. 2 or more സബ്സ്റ്റൻസ്, 2 അതിലധികമോ വസ്തുക്കളുടെ മിശ്രിതം, അല്ലെങ്കിൽ ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാവുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എയർ, സാൾട്ട് വാട്ടർ കേട്ടോ. വായു, ഉപ്പുവെള്ളം എല്ലാം അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ കുറേ പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മിക്സ്ചർ? താഴെ പറയുന്നവൾ ഏതാണ് മിശ്രിതം? എ തന്നിരിക്കുന്ന പ്യുവർ വാട്ടർ, ശുദ്ധജലമാണ്. ബി ഷുഗർ, പഞ്ചസാര. സി സാൾട്ട് ടു സൊല്യൂഷൻ, ഉപ്പ് ലായനി. ഡി ഓക്സിജൻ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ജസ്റ്റ് എ ഓർ ബി ഓർ സി ഓർ ഡി ഏതാണെന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. എ ബി സി ഡി ഇതിൽ ഏതാണെന്നുള്ളത് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ വരട്ടെ, ആൻസർ വരട്ടെ. ഏതാണ് ഇതിനകത്ത് മിക്സ്ചർ? യെസ്, സൊല്യൂഷൻ കിടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, ദാറ്റ് ഈസ് സാൾട്ട് സൊല്യൂഷൻ. അപ്പൊ സാൾട്ട് സി കമന്റ് ചെയ്ത എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. സാൾട്ട് സൊല്യൂഷൻ ആണ് ഈ തന്നിരിക്കുന്നതിൽ, ഉപ്പ് ലായനിയാണ് ഈ തന്നിരിക്കുന്നതിൽ ഒരു മിക്സ്ചർ കേട്ടോ. യെസ്, അടുത്ത നോക്കാം. ഇനി ഒരു 2 ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ് ആണ്. മിക്സ്ചേഴ്സ് നമുക്ക് എന്താ പറയാ, കമ്പോണൻസിനെ കാണാൻ പറ്റുന്ന മിക്സ്ചേഴ്സ് ഉണ്ട്, കമ്പോണൻസിനെ കാണാൻ പറ്റാത്ത മിക്സ്ചേഴ്സ് ഉണ്ട്. കാണാൻ പറ്റാത്തതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ പോലെ സാൾട്ട് സൊല്യൂഷനും ഷുഗർ സൊല്യൂഷനും ഒക്കെ. മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയി കഴിയുമ്പോൾ നമുക്ക് അവരുടെ കമ്പോണൻസിനെ കാണാൻ പോലും പറ്റില്ല. അതിന് എക്സാമ്പിൾസ് ആണ് സാൾട്ട് സൊല്യൂഷനും ഷുഗർ സൊല്യൂഷനും ഒക്കെ. ഇനി കാണാൻ പറ്റുന്നതിന് എക്സാമ്പിൾസ് ആണ് ചോക്ക് പൗഡർ ഇൻ വാട്ടർ. വെള്ളത്തിനകത്ത് ചോക്ക് പൗഡർ ഇട്ട് എത്ര കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കത് നന്നായിട്ട് കാണാൻ പറ്റും അല്ലെ? അതുപോലെ സാൻഡ് ഇൻ വാട്ടർ, വെള്ളത്തിലേക്ക് മണ്ണിട്ട് എത്ര ഇളക്കി കഴിഞ്ഞാലും ആ മണ്ണ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതെന്താണ്? മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ വിസിബിൾ. കമ്പോണൻസ് വിസിബിൾ ആവുന്ന മിശ്രിതങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ് ഈ ചോക്ക് പൗഡറും അതുപോലെ സാൻഡ് കേട്ടോ. യെസ്, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ, ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സോല്യൂബിൾ ഇൻ വാട്ടർ? ഈ പറയുന്നവളിൽ ഏതാണ് വെള്ളത്തിൽ ലയിക്കാത്തതെന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. വെള്ളത്തിൽ ലയിക്കുന്നതല്ല, ലയിക്കാത്തത്. സോൾട്ട് ഉണ്ട്, സാൻഡ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ലെമൺ ജ്യൂസ് ഉണ്ട്. ഉപ്പ്, മണല്, പഞ്ചസാര, നാരങ്ങാനീര്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റും. സോ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് വേഗം ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഏതാണ് വെള്ളത്തിൽ ലയിക്കാത്തത്? യെസ്, അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. ഏതാണ്? സാൻഡ് അല്ലേ, മണലാണ്. നമ്മൾ എത്ര ഇട്ട് ഇളക്കി കഴിഞ്ഞാലും അത് ഡിസോൾവ് ആവില്ല. ഓക്കെ, അപ്പൊ അതൊരു എക്സാമ്പിൾ പോലെ പഠിച്ചു വെക്കാം. ദെൻ അടുത്തത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്താണെന്ന് അറിയണം, അതിന്റെ കുറച്ച് ടൈപ്സും അറിയണം. വിവിധ തരം ലായനികൾ ഏതൊക്കെയാണ്? സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, ഖരദ്രാവക ലായനി ഉണ്ട്, ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, ദ്രാവക ലായനി ഉണ്ട്, ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ, വാതക ദ്രാവക ലായനി, ഗ്യാസ് സൊല്യൂഷൻ, വാതക ലായനി. ഇത്രയും ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആണുള്ളത്. ഇനി സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഡിഫൈൻ സൊല്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ, ലായനിക്ക് ഒരു നിർവചനം എഴുതാനാണെങ്കിൽ എ സൊല്യൂഷൻ ഈസ് എ മിക്സ്ചർ ഇൻ വിച്ച് വൺ സബ്സ്റ്റൻസ് ഡിസോൾവ്സ് കംപ്ലീറ്റ്ലി ഇൻ അനദർ. ഒരു പദാർത്ഥം മറ്റൊന്നിൽ പൂർണ്ണമായിട്ടും ലയിക്കുന്ന ഒരു മിശ്രിതമാണ് ഒരു ലായനി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പെടുത്ത് വെറുതെ വെള്ളത്തിലേക്ക് ഇട്ടു. ജസ്റ്റ് എന്താ പറയാ, ഒരു 1-2 സെക്കൻഡ് ഒന്ന് ഇളക്കി. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ ആയോ? ആയിട്ടില്ല അല്ലെ? നന്നായിട്ട് ഇളക്കി നന്നായിട്ട് സ്റ്റിർ ചെയ്ത് അവസാനം അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഉപ്പ് വെള്ളത്തിലേക്ക് ലയിച്ചു കഴിയുമ്പോൾ നമുക്ക് പറയാം അതൊരു സൊല്യൂഷൻ ആണ്. അതെന്ത് സൊല്യൂഷൻ ആയപ്പോ? സാൾട്ട് സൊല്യൂഷൻ ആയി, ഉപ്പ് ലായനി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൊല്യൂഷന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അതെങ്ങാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആയി പോകരുത്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ സോല്യൂബിൾ ആൻഡ് ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ്? ലയിക്കുന്നതും ലയിക്കാത്തതുമായ വസ്തുക്കൾ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, ഒരെണ്ണം ലയിക്കുന്നതായിരിക്കും, മറ്റേത് ലയിക്കാത്തതായിരിക്കും. സിമ്പിൾ അല്ലേ? അപ്പൊ എന്താണ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പോൾ, സോല്യൂബിൾ സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ വാട്ടർ. വെള്ളത്തില് ലയിക്കുന്ന പദാർത്ഥങ്ങളായിരിക്കുള്ളൂ സോല്യൂബിൾ സബ്സ്റ്റൻസ്, ലയിക്കുന്നവ അല്ലെ? അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ, സാൾട്ടൊക്കെ അല്ലെ? ഷുഗറും സാൾട്ടൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് താനെ അലിഞ്ഞു പൊക്കോളും. പക്ഷേ ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദേ ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ അല്ലേ? അവർ വെള്ളത്തിൽ ലയിച്ച് ചേരില്ല. എത്രയൊക്കെ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാലും അവർ വെള്ളത്തിലോട്ട് ലയിച്ച് ചേരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മണല്, ചോക്കുപൊടി അല്ലെ, സാൻഡ്, ചോക്ക് പൗഡർ ഒക്കെ അവരെത്ര
നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും വെള്ളത്തിൽ ലയിക്കാത്തവരാണ് കേട്ടോ. അപ്പൊ 2 ടൈപ്പാണ് നമുക്ക് ഉള്ളത്, സബ്സ്റ്റൻസ് ഉള്ളത്. സോല്യൂബിൾ സബ്സ്റ്റൻസ് ഉണ്ട്, ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് ഉണ്ട്. ലയിക്കുന്നവരും ലയിക്കാത്തവരും ഉണ്ട് കേട്ടോ. വെള്ളം വെച്ചിട്ടാണ്, വെള്ളമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള്. നമ്മുടെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കുന്ന ആളാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളത്തിന് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവരെയൊക്കെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. യെസ്. അപ്പോൾ അടുത്തൊരു മെയിൻ ടോപ്പിക് ആണ് കമ്പോണൻസ് ഓഫ് എയർ. വായുവിലെ കുറെ ഘടകങ്ങൾ ഉണ്ട് അല്ലെ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തന്നെ ഒരു എന്താണ്, വായു എന്താണ്, ഒരു മിക്സ്ചർ ആണ്. മിക്സ്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ കമ്പോണൻസ് ഉണ്ടാവുമല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള കമ്പോണന്റ് ഏതാണ്? ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എയറിലുള്ളത് ഏത് ഗ്യാസ് ആണ്? വേഗം വരട്ടെ, അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഇട്ടാൽ മതി. യെസ്, അതിന്റെ ഫസ്റ്റ് ലെറ്ററും എന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്ററും സെയിം ആണ്, നൈട്രജൻ. ഓക്കെ, നൈട്രജൻ ആണ് നമ്മുടെ ഗ്യാസിൽ, നമ്മുടെ എയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ്. ഓൾമോസ്റ്റ് ഒരു 78% നൈട്രജൻ തന്നെയാണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചേ ഉള്ളൂ, 0.04%. ഓക്സിജൻ 21% ഉണ്ട്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഗ്യാസ് എന്താണ്? ഓക്സിജൻ ആണ്. പിന്നെ ബാക്കിയുള്ള ഗ്യാസസ് ഒക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അവരൊരു 0.96% ഉണ്ടാവും കേട്ടോ. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്യാസ് ഏതാണ്? അതേതാണ്? നൈട്രജൻ. അതിലൊരു ഡൗട്ടും വേണ്ട. യെസ്, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഹോമോജീനസ് മിക്സ്ചേഴ്സും ഹെട്രോജീനസ് മിക്സ്ചേഴ്സും. ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ. ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും. അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ബാക്കി അതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ. ഹോമോജീനസ് എന്ന് പറയുമ്പോൾ ദ മിക്സ്ചർ ദാറ്റ് ഷോസ് ദ സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ഓൾ ഇറ്റ്സ് പാർട്ട് ഈസ് കോൾഡ് എ ഹോമോജീനസ് മിക്സ്ചർ. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതങ്ങൾ. എക്സാമ്പിൾ എന്തായാലും പഠിക്കുക, ഷുഗർ സൊല്യൂഷൻ, ഫിൽട്ടർ കോഫി, സാൾട്ട് സൊല്യൂഷൻ അല്ലെ. പഞ്ചസാര, ലായനി, ഉപ്പുവെള്ളം, ഫിൽട്ടർ കോഫി ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഹോമോജീനസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഒരു ഷുഗർ സൊല്യൂഷൻ എടുത്തിട്ട് അതിൽ എവിടെ ഇട്ട് നമ്മൾ ഇളക്കി എവിടെ ഇട്ട് കുടിച്ചു നോക്കിക്കഴിഞ്ഞാലും അതിനെല്ലാം എന്തായിരിക്കും? ആ ഷുഗറിന്റെ ടേസ്റ്റ് തന്നെയായിരിക്കും, വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതാണ് എല്ലാ ഭാഗത്തും സെയിം പ്രോപ്പർട്ടി എന്ന് പറയാനുള്ള കാരണം. സെയിം മണമായിരിക്കും, സെയിം ടേസ്റ്റ് ആയിരിക്കും അല്ലെ, എല്ലാം ഒരുപോലെ ആയിരിക്കും. ഇനി അതേ സമയം പല ഭാഗത്ത് പല പല പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു ബിരിയാണിയോ സാലഡ് എടുത്തെന്ന് വിചാരിക്കാം. ഈ സാലഡിനകത്ത് ചിലപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്ന സ്പൂണിനകത്ത് ചിലപ്പോൾ ചിക്കന്റെ പീസ് ആയിരിക്കും, അപ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ അടുത്തെടുക്കുന്ന വല്ല തക്കാളിയുടെ പീസ് ആയിരിക്കും, അപ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും അല്ലെ. അപ്പോൾ ഓരോ പാർട്സിലും ഡിഫറെന്റ് ടേസ്റ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്മെൽ, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഹെട്രോജീനസ് മിക്സ്ചർ അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതം എന്ന് വിളിക്കാൻ പറ്റും. എക്സാമ്പിൾ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, സാൻഡ്, ബിരിയാണി, സാലഡ്, വേറെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് ഫുഡ് വേണമെങ്കിലും എഴുതിക്കോട്ടെ. ഓക്കെ, അതെല്ലാം അതിന് എക്സാമ്പിൾ ആണ്. ഇനി അത് വെച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഡ്രിങ്ക് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് സാൾട്ട് ആൻഡ് ഷുഗർ ടു സോഡ വാട്ടർ. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ദിസ് മിക്സ്ചർ? സോഡ വെള്ളത്തിൽ ഉപ്പ്, പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ഒരു പാനീയം തയ്യാറാക്കി. ഈ മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടക പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് എന്തൊക്കെയാണുള്ളത് ഇവിടെ? സാൾട്ട് ഉണ്ട്, ഷുഗർ ഉണ്ട്, സോഡ വാട്ടർ ഉണ്ട്. സാൾട്ടിനകത്ത് ആരുണ്ട്? സാൾട്ട് ഉണ്ട്. ഷുഗറിനകത്ത് ആരുണ്ട്? ഷുഗർ ഉണ്ട്. ഓക്കെ, ഇനി സോഡ വാട്ടറിനകത്ത് ആരൊക്കെ ഉണ്ട്? അത് ഓൾറെഡി ഒരു മിക്സ്ചറാണ്. സോഡ വാട്ടറിനകത്ത് ആരൊക്കെ ഉണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, പിന്നെ വാട്ടറും ഉണ്ട്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്നതാണ് സോഡ വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഈ CO2H2O ഇട്ടിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടറിന്റെ ഒക്കെ ചെറിയ ഫോംസ് ആണ് കേട്ടോ. അതിപ്പോ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഡ വാട്ടർ ഓൾറെഡി ഒരു മിക്സ്ചറാണ്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്നിട്ടുള്ളത്. അപ്പൊ മൊത്തം എത്ര കമ്പോണൻസ് ഉണ്ട്? സോൾട്ട് ഉണ്ട്, ഷുഗർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഇത്രയും ചേർന്നതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ മിക്സ്ചർ. അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈസ് ദിസ് ഡ്രിങ്ക് എ ഹോമോജീനസ് ഓർ ഹെട്രോജീനസ് മിക്സ്ചർ? ഈ പാനീയം ഏകാത്മക മിശ്രിതമാണോ ഭിന്നാത്മക മിശ്രിതമാണോ? ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മിശ്രിതമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതൊരു ഭിന്നാത്മകം, ഹെട്രോജീനസ് മിക്സ്ചർ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. ഓക്കെ, യെസ്, കണ്ടോ, സോൾട്ട്, ഷുഗർ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആണ് അതിലുള്ള കമ്പോണൻസ്. അതൊരു ഹെട്രോജീനസ് ഭിന്നാത്മക മിശ്രിതമാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ ക്വസ്റ്റ്യൻ? അത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, 1 spoon of salt is added to a glass of water. There is undissolved salt in the glass. അതായത് നമ്മൾ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. പക്ഷെ കുറച്ച് നേരം നമ്മൾ ഇളക്കിയിട്ടും കുറച്ച് ഉപ്പ് അവിടെ ഇപ്പോഴും അടിഞ്ഞു കിടക്കുകയാണ്. അത് അങ്ങോട്ട് മിക്സ് ആവാതെ അടിഞ്ഞു കിടക്കുകയാണ്. കാരണം കുറേ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മിക്സ് ആവില്ല. വാട്ട് ഷുഡ് ബി ഡൺ ടു മേക്ക് ഇറ്റ് എ ഹോമോജീനസ് മിക്സ്ചർ? എനിക്കത് ഹോമോജീനസ് ആക്കണമെന്നുണ്ടെങ്കിൽ അടിയിൽ അങ്ങനെ അടിഞ്ഞു കിടന്നിട്ട് കാര്യമില്ല, എല്ലായിടത്തും സെയിം പ്രോപ്പർട്ടി ആവണോ അല്ലേ? അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അത് മിക്സ് ആയി കിട്ടണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴിയാണ് ഹീറ്റ് ദ മിക്സ്ചർ. ആ മിശ്രിതം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, സിമ്പിൾ ആയിട്ട് അത് ഹോമോജീനസ് ആയിക്കോളും. എല്ലായിടത്തും ഉപ്പ് അങ്ങ് ഒരുപോലെ സ്പ്രെഡ് ആയിക്കോളും കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക, ഹീറ്റ് ദ മിക്സ്ചർ കേട്ടോ. അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അത് മിക്സ് ആയി കിട്ടിക്കോളും. ഓക്കെ,
ദെൻ അടുത്ത വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് മോളിക്യൂളും ആറ്റംസും. മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ഹാവിംഗ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഒരു സബ്സ്റ്റൻസിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. അതിൽ എല്ലാ പ്രോപ്പർട്ടിയും ആ സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഉണ്ടായി. ഇപ്പൊ ഷുഗർ എടുത്തു കഴിഞ്ഞാൽ ഷുഗറിനകത്ത് ഷുഗർ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ ഷുഗർ മോളിക്യൂൾസിനെ വെച്ചിട്ടാണ്. ഈ എല്ലാ ഷുഗർ മോളിക്യൂൾസിനും സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. ആ ഷുഗർ നമ്മൾ ഒരുമിച്ച് തിന്നു കഴിഞ്ഞാലും ആ സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, അതാണ് മോളിക്യൂളിന്റെ പ്രത്യേകത. ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഹാവിംഗ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഓൾ സബ്സ്റ്റൻസ് ആർ മേഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. എല്ലാ പദാർത്ഥങ്ങളെയും നമ്മൾ തന്മാത്രകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി സോളിഡ്സിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മോളിക്യൂൾസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും അല്ലെ. സോളിഡ്സ് എപ്പോഴും നല്ല ക്ലോസ്ലി പാക്ഡ് ആയിട്ടായിരിക്കും മോളിക്യൂൾസ് ഇരിക്കുന്നത്. ലിക്വിഡ്സ് ആകുമ്പോൾ ആ മോളിക്യൂൾസ് തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമൊക്കെ വന്നിട്ട് ചെറിയ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഗ്യാസ് ആയി കഴിഞ്ഞാൽ അവരങ്ങ് അടിച്ച് പിരിഞ്ഞല്ലേ, ഓരോരുത്തരും ഓരോ ദിശയിലാണ്. ഓക്കെ, അപ്പൊ മോളിക്യൂൾസിന്റെ പാക്കേജ് ഒന്ന് നോക്കണം കേട്ടോ. സോളിഡ്സിൽ ഏറ്റവും ടൈറ്റ് ആയിരിക്കും, ലിക്വിഡ്സിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും, ഗ്യാസിൽ നല്ല ഡിസ്റ്റൻസ് ഇട്ടായിരിക്കും മോളിക്യൂൾസ് നിൽക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ദെൻ മോളിക്യൂൾസിലും താഴെ വരുന്ന പാർട്ടിക്കിൾസ് ആണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആറ്റംസ് എന്ന് പറയുന്നത്. Atoms are smaller particles than molecules. Molecules are made up of atoms. നമ്മൾ ഈ പറയുന്ന മോളിക്യൂൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ആണ് വാട്ടർ മോളിക്യൂൾ ഉള്ളത്. ഇതൊരു ഓക്സിജനും ഇത് രണ്ട് ഹൈഡ്രജനും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ഒരു വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ചേർന്നതാണ് നമ്മുടെ വാട്ടർ അല്ലെ. ഇങ്ങനത്തെ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ചേർന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ വാട്ടർ ആയിട്ട് മാറുന്നത്. ഇനി ഇതിനകത്ത് തന്നെ ഒരു ഒറ്റ വാട്ടർ മോളിക്യൂൾ എടുത്താൽ തന്നെ അതിനകത്ത് ഒരു ഓക്സിജൻ ഉണ്ട്, രണ്ട് ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അതാ ഈ പറയുന്ന ഒരു ഓക്സിജൻ അതുപോലെ ഹൈഡ്രജനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആറ്റംസ്. അപ്പൊ മനസ്സിലായില്ലേ, ഒരു മോളിക്യൂളിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റങ്ങളെ വെച്ചിട്ടാണ്. ആറ്റംസ് ആർ സ്മോളർ പാർട്ടിക്കിൾസ് ആൻഡ് മോളിക്യൂൾസ്. മോളിക്യൂൾസിനെ ചെറിയ ആളുകളാണ് ആറ്റംസ് എന്ന് പറയുന്നത്. മോളിക്യൂൾസ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. മോളിക്യൂൾസിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റങ്ങളെ വെച്ചിട്ടുമാണ്. ഓക്കെ, ഇനി ആറ്റങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ വാട്ടർ മോളിക്യൂൾ ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് 2 ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് 1 ഓക്സിജൻ ആറ്റം. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നതാണ് ഒരു വാട്ടർ മോളിക്യൂൾസ്. അങ്ങനെ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? വാട്ടർ കിട്ടും. ഓക്കെ, ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ഇല്ലേ, ഒരൊറ്റ തുള്ളി വെള്ളത്തിൽ തന്നെ കോടിക്കണക്കിന് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്തത് എ ഷുഗർ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ്, ഇത് എന്തായാലും പഠിക്കണം കേട്ടോ, 12 കാർബൺ ആറ്റംസ്. ഒരു ഷുഗർ മോളിക്യൂളിനകത്ത് 12 കാർബൺ ആറ്റംസ് ഉണ്ട്, 22 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, 11 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. നമ്മൾ വാട്ടറിന്റെ പോലെ ചെറിയ കളികളല്ല ഷുഗറിനകത്ത് വരുന്നത്. 12 കാർബൺ, 22 ഹൈഡ്രജൻ, 11 ഓക്സിജൻ, ഇത്രയും ചേർന്നതാണ് ഒരൊറ്റ ഷുഗർ മോളിക്യൂൾ. അങ്ങനെയുള്ള കുറേ ഷുഗർ മോളിക്യൂൾ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഷുഗർ കിട്ടും. ഓക്കെ ആണല്ലോ? യെസ്, അപ്പോൾ അത് എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചു വെക്കാം. ദെൻ വരുന്നതാണ് പ്യോർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥങ്ങൾ. നമ്മൾ മിക്സ്ചേഴ്സ് പഠിച്ചു. മിക്സ്ചർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, പല ടൈപ്പ് മോളിക്യൂൾസ് ചേർന്നതാണ് അല്ലെ. പക്ഷെ ഇവിടെ വരുമ്പോൾ എല്ലാം സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾ ആണ്. സെയിം ടൈപ്പ് മോളിക്യൂൾ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിന് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ അയൺ, കോപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ, വാട്ടർ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഇതെല്ലാം എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വാട്ടർ ഒരു പ്രശ്നക്കാരനാണ് കേട്ടോ. വാട്ടർ ചിലപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സ്ചർ ആയിരിക്കുള്ളൂ. വാട്ടറിനകത്ത് വാട്ടർ മാത്രമേ ഉള്ളൂങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും? പ്യുവർ വാട്ടർ ആണെങ്കിൽ, നല്ല പ്യുവർ വാട്ടർ ആണെങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പക്ഷേ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്ന വാട്ടറിനകത്ത് കുറേ എക്സ്ട്രാ ആൾക്കാരുണ്ടാവും, ക്ലോറിൻ ഉണ്ടാവും, കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതെന്തായിരിക്കുള്ളൂ? അത് മിക്സ്ചർ ആയിരിക്കുള്ളൂ. അതിനകത്ത് വാട്ടർ മാത്രമല്ല കുറേ ആളുകൾ ആവശ്യമില്ലാണ്ട് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റൻസിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് തിരിക്കാം. പ്യുവർ സബ്സ്റ്റൻസ് ശുദ്ധപദാർത്ഥങ്ങളും അതുപോലെ മിക്സ്ചേഴ്സ് മിശ്രിതങ്ങളും. ഇനി മിക്സ്ചേഴ്സ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഹോമോജീനസ് മിക്സ്ചേഴ്സ് ഏകാത്മക മിശ്രിതങ്ങളും അതുപോലെ തന്നെ ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് ഭിന്നാത്മക മിശ്രിതങ്ങൾ. ഇതിനെല്ലാത്തിൻ്റെയും എക്സാമ്പിൾ വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. സബ്സ്റ്റൻസ് തന്നിട്ടുണ്ടാവും, മോളിക്യൂൾസ്, അതിനകത്തുള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണ്, അതുപോലെ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ മിക്സ്ചർ ആണോ എന്ന് അറിയാൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്താണ്? കഞ്ഞിക്കകത്ത് വാട്ടർ, സോൾട്ട്, അതർ സബ്സ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഒരാൾ മാത്രമല്ല, മോളിക്യൂളിനകത്ത് ഒരാൾ മാത്രം വന്നാൽ നമുക്കത് പ്യുവർ സബ്സ്റ്റൻസ്, കുറെ പേര് വന്നാൽ അത് മിക്സ്ചർ. അപ്പൊ ഇതെന്താണ്? മിക്സ്ചർ ആണ്. പെൻസിൽ, ഗ്രാഫൈറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഷുഗർ അതെന്താണ്? അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ദെൻ അടുത്തത് സോഡ വാട്ടറിനകത്ത് കുറേ പേരുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, സോ അത് മിക്സ്ചർ ആണ്. ബട്ടർ മിൽക്കിനകത്തും കുറേ പേരുണ്ട്, അത് മിക്സ്ചർ ആണ്. പ്യുവർ വാട്ടറിൽ വാട്ടർ മാത്രമേ ഉള്ളൂ, അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ദെൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റിൽ അത് മാത്രമേ ഉള്ളൂ, അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഗോൾഡ് ജുവൽസ്, ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് പണി തരാൻ പോകുന്നത്. ഗോൾഡ് ജുവൽസ്, സ്വർണ്ണാഭരണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പേരുണ്ട്. ഗോൾഡ്, സിൽവർ, കോപ്പർ, അങ്ങനെ കുറേ ആൾക്കാരെ മിക്സ് ചെയ്തിട്ടാണ് സ്വർണ്ണാഭരണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതൊരു മിക്സ്ചർ ആണ്. പക്ഷെ ഗോൾഡ് മാത്രം തന്നിട്ടുള്ളെങ്കിൽ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്.
ആണ്. അത് രണ്ടും മാറിപ്പോകരുത് കേട്ടോ. ജുവല്, മിക്സർ, ഗോൾഡ്, പ്യുവർ സബ്സ്റ്റൻസ്. ഓക്കെ, യെസ്. അടുത്തത് അത് വെച്ചിട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് അയൺ, ബ്രാസ്, ഗോൾഡ് ഓർണമെന്റ്, ബ്രോൺസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം. കുറച്ച് ആൾക്കാരെ നമുക്ക് തന്നിട്ടുണ്ട്. ആരൊക്കെയാണത്? അയൺ ഉണ്ട്, ഇരുമ്പുണ്ട്, അതുപോലെ ബ്രാസ് ഉണ്ട്, പിച്ചള, ദെൻ ഗോൾഡ് ഓർണമെന്റ് സ്വർണ്ണാഭരണം, ബ്രോൺസ് ഉണ്ട്, വെങ്കലം, കാർബൺ ഡൈ ഓക്സൈഡ്, അലൂമിനിയം. ഇത്രയും പേര് വെച്ചിട്ട് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ടിക്ക് ഇടേണ്ടത്. ഓൾ ദീസ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസ്. ഇവയെല്ലാം ശുദ്ധ പദാർത്ഥങ്ങളല്ല. ഇവരാരും ശുദ്ധ പദാർത്ഥങ്ങളല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിൽ കുറച്ചുപേര് ശുദ്ധ പദാർത്ഥങ്ങളാണ്, അതുകൊണ്ട് അത് തെറ്റാണ്. ബ്രാസ്, അയേൺ ആൻഡ് ബ്രോൺസ് ആർ മെറ്റാലിക് മിക്സ്ചേഴ്സ്. ബ്രാസും അയേണും ബ്രോൺസും മിക്സ്ചറുകളാണ്, മിശ്രിതങ്ങളാണെന്നാണ് പറയുന്നത്. ബ്രാസ് ഒരു മിക്സ്ചറാണ്, ബ്രോൺസും ഒരു മിക്സ്ചറാണ്, പിച്ചളയും അതുപോലെ വെങ്കലവും മിക്സ്ചേഴ്സ് ആണ്. പക്ഷെ അയേൺ എന്തല്ല, മിക്സ്ചർ അല്ല, അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഗോൾഡ് ഓർണമെന്റ് ഈസ് എ മിക്സ്ചർ. സ്വർണ്ണാഭരണം ഒരു മിശ്രിതമാണ്. ശരിയാണ് അല്ലെ? സ്വർണ്ണാഭരണം ഒരു മിക്സ്ചറാണ്, നമ്മൾ ഇപ്പൊ അങ്ങ് പഠിച്ചുള്ളൂ. അപ്പൊ അതെന്താണ്? അത് ശരിയാണ്, അത് കറക്റ്റ് ആണ്. ദെൻ ലാസ്റ്റ് വൺ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം ആർ പ്യുവർ സബ്സ്റ്റൻസ്. കാർബൺ ഡൈ ഓക്സൈഡും അലൂമിനിയം ശുദ്ധപദാർത്ഥങ്ങളാണ്. ശരിയാണ്, അവര് ശുദ്ധപദാർത്ഥങ്ങളാണ്. ഓക്കെ, അപ്പൊ അവസാനത്തെ രണ്ട് പോയിന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ചില സബ്സ്റ്റൻസ് തന്നിട്ട് അത് ഏതാണ്, അതിൽ ഏത് എന്താ പറയാ, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ കണ്ടാൽ മനസ്സിലാവണം കേട്ടോ. ഇനി ലാസ്റ്റ് വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ, വേർതിരിക്കൽ മാർഗ്ഗങ്ങൾ. ഫസ്റ്റ് വന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസ് വിത്ത് എക്സാമ്പിൾ. പദാർത്ഥങ്ങളെ വേർതിരിക്കുന്നതിനുള്ള വ്യത്യസ്ത രീതികൾ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കുറെ രീതികൾ നമ്മൾ പഠിച്ചു. ഫിൽട്രേഷൻ പഠിച്ചു. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ആളുകളല്ലേ. ഇപ്പൊ വെള്ളവും ഉണ്ട്, മണലും ഉണ്ട്. മണൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ ഫിൽട്രേഷൻ മതി, കാരണം അത് ഇൻസോല്യൂബിൾ ആണ്, അലിഞ്ഞു ചേർന്നിട്ടില്ല. ഓക്കെ, അതാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സാൻഡ് ഫ്രം വാട്ടർ, വെള്ളത്തിൽ നിന്ന് മണൽ വേർതിരിക്കുന്നത്. ദെൻ സെഡിമെന്റേഷൻ അല്ലെങ്കിൽ ഡീകാന്റേഷൻ, ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് താഴെ വന്ന് അടിഞ്ഞുകൂടും അല്ലെ. ഇപ്പം വെള്ളത്തിലേക്ക് നമ്മൾ കുറെ അങ്ങോട്ട് ചെളി വാരിയിട്ടു. ആ ചെളി എന്ന് പറയുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ളവരാണ്, അവർ താഴെ വന്ന് അടിഞ്ഞു കിടക്കും. അപ്പൊ മുകളിലുള്ള വെള്ളം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇളക്കി കളയാനായിട്ട് പറ്റുമല്ലോ. അപ്പൊ മഡി വാട്ടറിന് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത് സെഡിമെന്റേഷൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അടിഞ്ഞുകൂടൽ എന്ന് വിളിക്കാം കേട്ടോ. ഇതിന് അടുത്തതാണ് ഇവോപ്പറേഷൻ. ഇതാണ് എപ്പോഴും ചോദിക്കാറുള്ള സംഭവം കേട്ടോ. സാൾട്ട് ഫ്രം സാൾട്ട് വാട്ടർ, അതായത് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് ഇവാപ്പറേഷൻ വെച്ചിട്ടാണ്. അതെങ്ങനെയാ സംഭവം എന്ന് വെച്ചാൽ അവിടെ ആ സൊല്യൂഷൻ ഡിസോൾവ് ആയി കഴിഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് ഉപ്പ് വെള്ളത്തിലേക്ക് ഉപ്പ് ലയിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ബാഷ്പീകരണം വെച്ചിട്ട് ആ വെള്ളത്തിനെ മൊത്തം നമ്മൾ ബാഷ്പമാക്കി മാറ്റി ഉപ്പിനെ മാത്രം വേർതിരിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. എക്സാമ്പിൾ, ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് എടുക്കുന്നു. ഓക്കെ, ദെൻ സേവിംഗ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു സെപ്പറേറ്റ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെന്റ് സൈസ്. പല സൈസിലുള്ള ഒബ്ജക്ട്സിന്, ഇവിടെ നമുക്ക് സൊല്യൂഷൻ ഒന്നുമില്ല, പല സൈസിലുള്ള ഒബ്ജക്ട്സിനെ തമ്മിൽ വേർതിരിക്കാൻ, ഫ്ലോർ, ഹസ്ക്, അതുപോലെ മാവും തൊണ്ടും തമ്മിൽ വേർതിരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. അതുപോലെ നമ്മൾ എന്താ പറയാ, നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. മാഗ്നറ്റിക് സെപ്പറേഷൻ, ലാസ്റ്റ് മെത്തേഡ്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. യൂസിങ് മാഗ്നറ്റ്സ് ടു സെപ്പറേറ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇപ്പൊ മണ്ണിനകത്ത് കുറെ എന്താ പറയാ, ഇരുമ്പ് തരികൾ പെട്ടുപോയി, അല്ലെങ്കിൽ ഇരുമ്പിന്റെ കുറെ ആണികൾ പെട്ടുപോയി. എനിക്ക് ആണികളെ മാത്രം മണ്ണിൽ നിന്ന് പിറക്കിയെടുക്കാൻ കുറച്ച് പാടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, ഒരു മാഗ്നറ്റിനെ അതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ എന്താ പറയാ ഇരുമ്പ് തരികൾ മാഗ്നറ്റിനോട് അട്രാക്ട് ചെയ്ത് വരും, ബാക്കി മണ്ണ് മാത്രം അവിടെ ബാക്കിയാവും. ഓക്കെ, ഇതിനെയാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെങ്കിൽ കാന്തിക വേർതിരിക്കൽ എന്ന് പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ, അയൺ ഫില്ലിങ്സ് ഫ്രം സാൻഡ്, മണ്ണിൽ നിന്ന് ഇരുമ്പ് തരികൾ വേർതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ മെത്തേഡ്സ് എന്താണെന്നുള്ള ഒരു ഐഡിയ വേണം, എന്നാലാണ് അതിനോട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് സാൻഡ് ഫ്രം വാട്ടർ, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മണലിനെ വെള്ളത്തിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഫിൽട്രേഷൻ, ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, ഡിസ്റ്റിലേഷൻ. ഇതിൽ ഏത് രീതി വെച്ചിട്ടാണ് നമ്മൾ വെള്ളത്തിൽ നിന്ന് മണലിനെ വേർതിരിക്കുന്നത്? സിമ്പിൾ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ABCD ഏതാണ്? ഓക്കെ, യെസ്, എ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എ തന്നെയാണ്, ഫിൽട്രേഷൻ ആണ്. അതിൽ നമുക്ക് ഒട്ടും ഡൗട്ട് വേണ്ട, എല്ലാവരും കറക്റ്റ് ആക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഫിൽട്രേഷൻ അല്ലെങ്കിൽ അരിക്കൽ വെച്ചിട്ടാണ് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് മണലിനെ വേർതിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം വൺ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് ഫ്രം വാട്ടർ. ഇതും നമുക്ക് വേറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പൊ പറഞ്ഞ മെത്തേഡ് തന്നെയാണ്. ലയിക്കാത്ത വസ്തുക്കളെ, ഫോർ എക്സാമ്പിൾ വെള്ളത്തിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ലയിക്കാത്ത വസ്തുക്കളെ വേർതിരിക്കാനായിട്ടുള്ള ഒരു രീതി പറയാൻ ഇപ്പൊ പറഞ്ഞ മെത്തേഡ് തന്നെ, ദാറ്റ് ഈസ് ഫിൽട്രേഷൻ. അരിക്കൽ എന്ന് മലയാളത്തിൽ
പറയാം കേട്ടോ. ദെൻ ഹൗ ക്യാൻ യു സെപ്പറേറ്റ് സാൾട്ട് ഫ്രം സാൾട്ട് വാട്ടർ, അതും നമ്മൾ പഠിച്ചതാണ്. ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് എങ്ങനെ വേർതിരിക്കാൻ പറ്റും, അതിന്റെ പേരാണ് ഇവോപ്പറേഷൻ. വെൻ സാൾട്ട് വാട്ടർ ഈസ് ഹീറ്റഡ്, നമ്മൾ അതിനെ ചൂടാക്കി കഴിയുമ്പോൾ വെള്ളം മാത്രം മുകളിലേക്ക് ആവിയായിട്ട് പോകും, നമുക്ക് സാൾട്ട് മാത്രം അടിയിൽ കിട്ടും. ഇതിനെയാണ് നമ്മൾ ഇവോപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ വലിയ വലിയ എന്താ പറയാ സാൾട്ടിന്റെ കുറെ ഉപ്പ് എന്താ പറയാ ഉപ്പിന്റെ ഏതോ സ്ഥലമുണ്ട്, അത് വെച്ചിട്ട് അവിടെ നിന്നൊക്കെ നമ്മൾ ഉപ്പ് എടുക്കുന്നത് ഇത് വെച്ചിട്ടാണ് കേട്ടോ. Then describe how you can separate a mixture of sand, salt and iron fillings. മണലും ഉപ്പും ഇരുമ്പ് തരികളൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സർ നമ്മുടെ അടുത്തുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം ചെയ്യാൻ. ആദ്യം നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് അയൺ ഫില്ലിങ്സിനെ നിങ്ങൾ കളയാന്നുള്ളതാണ്. യൂസ് എ മാഗ്നറ്റ് ടു റിമൂവ് അയൺ ഫില്ലിങ്സ്. ഇരുമ്പ് തരികൾ നീക്കം ചെയ്യാൻ ഒരു കാന്തം ഉപയോഗിക്കുക. അപ്പൊ ആ പണി അങ്ങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി അറിയുള്ളൂ, സാൻഡും സാൾട്ടും മാത്രമേ ഉള്ളൂ. ആഡ് വാട്ടർ ടു ദ റിമൈനിങ് മിക്സർ. ബാക്കി സാൾട്ടും അതുപോലെ സാൻഡും ഉള്ളതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ സാൾട്ട് പെട്ടെന്ന് ഡിസോൾവ് ആവും. സാൾട്ട് പെട്ടെന്ന് അതിനകത്ത് അലിഞ്ഞു ചേരും, സാൻഡ് അവിടെ അലിഞ്ഞു ചേരില്ല. അപ്പൊ നമുക്ക് ഫിൽട്രേഷൻ വെച്ചിട്ട് സാൻഡിനെ മാത്രം അതിൽ നിന്ന് അരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അപ്പോഴും അവിടെ വെള്ളത്തിൽ ആരുണ്ട്, നമ്മുടെ സാൾട്ട് അവിടെ മിക്സ് ആയി കിടക്കുകയാണല്ലേ. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവോപ്പറേഷൻ വെച്ചിട്ട് കളഞ്ഞാൽ മതി. അപ്പൊ എത്ര മെത്തേഡ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്? ആദ്യം നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്തു, പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് രണ്ടിനെങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഫിൽട്രേഷൻ വെച്ച് സാൻഡിനെ കളഞ്ഞു, ദെൻ നമ്മൾ ഇവോപ്പറേഷൻ വെച്ചിട്ട് ഉപ്പിനെ വേർതിരിച്ചു. ഇത്രയും മെത്തേഡ്സ് ഈ ഒരു സിമ്പിൾ മിക്സറിനകത്ത് തന്നെ വേണ്ടി വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is it important to separate substances from a mixture? Give real life examples. ഒരു മിശ്രിതത്തിൽ നിന്ന് പദാർത്ഥങ്ങളെ വേർതിരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങൾ വെച്ച് നൽകുക. ഫോർ എക്സാമ്പിൾ എന്നെ പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ചോറ് അല്ലെ, അത് അരിയായിട്ട് കിട്ടുമ്പോൾ അരിയൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളത് എന്താക്കുന്നത്, ചോറാക്കി മാറ്റി കഴിക്കുന്നത്. അതിനകത്ത് ആ കിട്ടുന്ന അരിക്കകത്ത് കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ കൈകൊണ്ട് പിറക്കിയെടുത്ത് വേർതിരിച്ചായിരിക്കും നമ്മൾ കഴിക്കുന്നത് അല്ലെ. അപ്പോൾ അതുപോലെ അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വയറ്റിലോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതൊരു ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അതുപോലെ കുറെ ഇമ്പോർട്ടൻസ് ഈ സെപ്പറേഷന്റെ പിന്നിലുണ്ട്. ടു റിമൂവ് ഹാർംഫുൾ ആൻഡ് അൺവാണ്ടഡ് സബ്സ്റ്റൻസ്, ദോഷകരമായതോ ആവശ്യമില്ലാത്തതോ ആയിട്ടുള്ള വസ്തുക്കളെ നീക്കം ചെയ്യാനായിട്ട് ഈ സെപ്പറേഷൻ വേണം. ടു ഒബ്റ്റെയിൻ യൂസ്ഫുൾ കമ്പോണൻസ്, ഉപയോഗപ്രദമായിട്ടുള്ള ഘടകങ്ങൾ ലഭിക്കാനും ഇത് വേണം. റിമൂവിങ് സ്റ്റോൺസ് ഫ്രം റൈസ്, അരിയിൽ നിന്ന് കല്ല് നീക്കം ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. നമുക്ക് ആവശ്യമില്ല, നമുക്ക് കല്ല് കഴിക്കേണ്ട ആവശ്യമില്ല, സോ നമ്മളത് നീക്കം ചെയ്യുന്നു. ഡിസ്കസ് ദ റോൾ ഓഫ് ഇവോപ്പറേഷൻ ഇൻ സെപ്പറേറ്റിംഗ് മിക്സ്ചേഴ്സ്. മിശ്രിതങ്ങളെ വേർതിരിക്കുന്നതിൽ ബാഷ്പീകരണത്തിന്റെ പങ്ക് ചർച്ച ചെയ്യുക. സെപ്പറേറ്റിംഗ് സാൾട്ട് ഫ്രം സീ വാട്ടർ അല്ലെ, നമ്മൾ സീ വാട്ടറിൽ നിന്ന് സാൾട്ടിനെ സെപ്പറേറ്റ് ചെയ്ത് ആ സാൾട്ട് ആയിരിക്കും നമ്മുടെ വീട്ടിലോട്ടൊക്കെ എത്തുന്നത് അല്ലെ. ഇവോപ്പറേഷൻ ഹെൽപ്സ് ഇൻ സെപ്പറേറ്റിംഗ് എ ഡിസോൾവ്ഡ് സോളിഡ് ഫ്രം എ ലിക്വിഡ്. ഡിസോൾവ്ഡ് ആയിട്ടുള്ള അലിഞ്ഞു പോയിട്ടുള്ള ഒരു ലിക്വിഡിലേക്ക് അലിഞ്ഞു പോയ ഒരു സോളിഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവോപ്പറേഷൻ. അതായത് ഉപ്പിനെയും വെള്ളത്തിനെയും തമ്മിൽ വേർതിരിക്കാൻ മാത്രമല്ല, ഡിസോൾവ് ആയി പോയി കഴിഞ്ഞ ഒരു സോളിഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇവോപ്പറേഷൻ തന്നെയാണ്. കാരണം ലിക്വിഡ് പെട്ടെന്ന് ഗ്യാസ് ആയി പൊക്കോളും. ഓക്കെ, ബാക്കി സോളിഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്തായാലും എന്ത് വേണം, ഇവോപ്പറേഷൻ തന്നെ യൂസ് ചെയ്യണം. എക്സാമ്പിൾ നമ്മൾ പഠിച്ചു തന്നെ, ഗെറ്റിംഗ് സാൾട്ട് ഫ്രം സാൾട്ട് വാട്ടർ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കഴിഞ്ഞ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ഇതിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് വന്നത് സെപ്പറേഷന്റെ ടോപ്പിക്കിലാണല്ലേ. എന്താ പറയാ, സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പൊ അത് തന്നെ എന്താ പറയുക, കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ ഹോമോജനസും ഹെട്രോജനസും കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കണം. എക്സാമ്പിൾസ്, മിക്സ്ചേഴ്സിന്റെ ബുവർ സബ്സ്റ്റൻസിന്റെ ഒക്കെ എക്സാമ്പിൾസ്, ആറ്റംസ്, മോളിക്യൂൾസ്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.